സോ റൊണാൾഡോ ഫാൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജേഴ്സീസ്. അങ്ങാരക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ഓര കൺമുയൽ. 2002 പോർച്ചുഗീസ് ക്ലബ്ബായ സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് റൊണാൾഡോ തന്റെ സീനിയർ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു സീസൺ സ്പോർട്ടിങ്ങിന് വേണ്ടി കളിച്ചു. അദ്ദേഹത്തിന്റെ കളി കണ്ട് ഇഷ്ടപ്പെട്ട സ്റ്റാർ അലക്സ് ഫെർഗൂസൺ റൊണാൾഡോയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് കൊണ്ടുവന്നു. 6 സീസൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചു. അതിലെടുത്ത് പറയേണ്ടതാണ് 2007-8 സീസൺ. ഒരു ഫുട്ബോളർ എന്ന നിലയ്ക്ക് ആരും കൊതിക്കുന്ന ഒരു സീസൺ ആയിരുന്നു ആ സീസൺ. പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ് ബെസ്റ്റ് പ്ലെയർ, ചാമ്പ്യൻസ് ലീഗ് ബെസ്റ്റ് പ്ലെയർ, ബാലൺ ഡോർ, പുസ്കാസ്, അങ്ങനെ എല്ലാ അവാർഡ്സും റൊണാൾഡോ നേടിയായിരുന്നു. അതിനുശേഷം 2009 അന്നത്തെ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീക്ക് റൊണാൾഡോ മെഡ്രിഡിലോട്ട് ചേക്കുകയായിരുന്നു. അന്നേരം മെഡ്രിഡ് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. മെഡ്രിഡ് വേ റീബിൽഡിംഗ്. ആ സമയത്താണ് റൊണാൾഡോ ജോയിൻ ചെയ്തത്. റൊണാൾഡോ വളർന്നു, ഒപ്പം മെഡ്രിഡും വളർന്നു. അതിന് തുടക്കം കുറിച്ചത് യോസെ മൊറീനോ ആയിരുന്നു. 2011-12 സീസൺ, ആ കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ. 2012 ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ അഗെയിൻസ്റ്റ് ബയൺ മ്യൂണിക്ക് ഇൻ ദ സാന്റിയാഗോ ബെർണബയോ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ മെഡ്രിഡ് തോറ്റായിരുന്നു. ആ തോൽവി കഴിഞ്ഞിട്ട് റൊണാൾഡോ ഫാൻസിന് ഒരു വാക്ക് കൊടുത്തായിരുന്നു, IOU ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. പിന്നെ യൂറോപ്പ് കണ്ടത് ചരിത്രമായിരുന്നു. ഒന്നല്ല, 4 ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽസ് റൊണാൾഡോ നേടിക്കൊടുത്തു. അതിലെടുത്ത് പറയേണ്ടത് 2017 ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ അഗെയിൻസ്റ്റ് യുവന്റസ് 2 ഗോളുകൾ നേടി റൊണാൾഡോ മെഡ്രിഡിന് ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 2018 സീസണിൻ്റെ ക്വാർട്ടർ ഫൈനൽസ് എഗെയിൻസ്റ്റ് യുവന്റസ് ഐക്കോണിക് ബൈസൈക്കിൾ കിക്ക് ഗോൾ ഉണ്ടായിരുന്നു എഗെയിൻസ്റ്റ് ദ മൈറ്റി ബുഫൺ. ആ സീസണിലെ ഫൈനലിൽ ലിവർപൂളിനെ തോപ്പിച്ച് റൊണാൾഡോ തൻ്റെ 5ാമത്തെ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ എടുത്തു, മെഡ്രിഡിൻ്റെ 13ാമത്തേത്. അതിനുശേഷം നടന്നതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. റൊണാൾഡോ മെഡ്രിഡ് വിട്ട് യുവന്റസിലോട്ട് പോയി. യുവന്റസിൽ റൊണാൾഡോ വാസ് സൂപ്പർ, ബട്ട് ടീം അവസരത്തിനൊത്ത് ഉയർന്നില്ല. പിന്നെ അവിടെ നിന്ന് യുണൈറ്റഡിലോട്ട് തിരിച്ചു വന്നു, ബട്ട് തിങ്സ് ഡിഡ്ന്റ് ഗോ ആസ് പ്ലാൻഡ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ അൽ നാസറിൽ വരെ എത്തി നിൽപ്പുണ്ട്. ഇനി ഈ 40 വയസ്സുകാരനിൽ നിന്ന് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ റൊണാൾഡോ ഫാൻസും ഒരൊറ്റ കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ: 2026 വേൾഡ് കപ്പ് അദ്ദേഹം നേടുന്നു. അത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണെന്നറിയാം, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓപ്പ്.